Okay, next, diagonalization of a symmetric matrix. Okay, നമ്മൾ പറഞ്ഞു ഐഗൺ വാല്യൂസ് റിപ്പീറ്റ് ചെയ്താൽ അതിന് എന്തുണ്ടാവില്ല, ഡയഗണലൈസേഷൻ ഉണ്ടാവില്ല. പക്ഷെ 3x3 മെട്രിക്സിന് ഐഗൺ വാല്യൂസ് റിപ്പീറ്റ് ചെയ്താലും ഡയഗണലൈസേഷൻ പോസിബിൾ ആണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, A is a symmetric matrix. If A is symmetric, it is diagonalizable A symmetric ആണെങ്കിൽ അത് ഡയഗണലൈസബിൾ ആണ്. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് ഇനി ഐഗൺ വാല്യൂ റിപ്പീറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട്, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിമെട്രിക് മെട്രിക്സിന് ഐഗൺ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുമെന്ന് കഴിഞ്ഞ് അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഓർത്തോ നോർമൽ ഐഗൺ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പി കാണേണ്ടി വരും. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യായിരിക്കും നല്ലത്. Show that A equal to 0, 1, 0, 1, 0, 0, 0, 0, 1 is diagonalizable. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ ട്രാൻസ്പോസ് എന്താ വരിക, എ തന്നെയാണ്. ആദ്യം നമ്മൾ പറയേണ്ടത് A is symmetric എന്നാണ്. കാരണം സിമെട്രിക് ആയതുകൊണ്ട് ഇതിന്റെ ഐഗൺ വാല്യൂ നമ്മൾ കാണുമ്പോൾ ഐഗൺ വാല്യൂ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് സിമെട്രിക് ആയതുകൊണ്ടാണ്. അപ്പൊ ഐഗൺ വാല്യൂ കാണാൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ചെയ്ത് 0 മൈനസ് ലാംഡ 1 0 1 0 മൈനസ് ലാംഡ 0 0 0 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് ലാംഡ ഇൻറ്റു ഡിറ്റർമിനന്റ് മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ, പിന്നെ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് ലാംഡ മൈനസ് 0 പ്ലസ് 0 ഈക്വൽ ടു 0. എന്താണ് കിട്ടുന്നത്, ലാംഡ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ലാംഡ മൈനസ് 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0. That is 1 minus lambda can be taken as common. Lambda square minus 1 equal to 0. So 1 minus lambda equal to 0. Lambda equal to, so minus 1 lambda square minus 1 equal to 0 ഇല്ലെന്നല്ലേ. Lambda square minus 1 equal to lambda minus 1 equal to 0. അപ്പോൾ ഇതിന് lambda equal to 1 കിട്ടും, lambda equal to plus or minus 1 കിട്ടും. So lambda equal to 1 1 minus 1 are roots. അപ്പൊ ഈ കേസിൽ എങ്ങനെ പിയും ഡിയും കാണും എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. നമ്മൾ ഐഗൺ വാല്യൂ ഏത് ഓർഡറിലാണോ എഴുതിയിരിക്കുന്നത് അതേ ഓർഡറിലാണ് ഡി എന്നുള്ള മെട്രിക്സിന്റെ ഡയഗണൽ വരിക എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കണം. -1 1 1 അങ്ങനെ മൈനസ് ടെക്സ്റ്റ് ചെയ്ത് അതേ ഓർഡർ ആയിട്ട് ഐഗൺ വാല്യൂസ് ആർ -1 +1 ആൻഡ് +1. അപ്പോൾ നമ്മൾ ആദ്യം -1ന് കറസ്പോണ്ട് ആയിട്ട് ഒറ്റ -1ന് കറസ്പോണ്ട് ചെയ്ത ഐഗൺ വെക്ടർ നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. കേസ് 1 ലാംഡ ഈക്വൽ ടു -1. ലാംഡ ഈക്വൽ ടു -1ന് കറസ്പോണ്ട് ഐഗൺ വെക്ടർ എങ്ങനെ കാണാം, എന്താ പറയാ, a plus I എന്നാണ് അല്ലേ. a plus I into k1 k2 k3 equal to 0 ഇതൊക്കെയാണ് നമ്മൾ കാണാം. ഇവിടെ a plus I എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് വരിക, എന്താ പറയാ, ഡയഗണൽ എൻട്രീസിനോട് 1 എഴുതുക, 1 1 0 1 1 0 0 0 2.
ആണ് വരിക. ഇത് R2 gives R2 minus R1 ചെയ്താൽ എന്താ ഇത് മാത്രമല്ല 0 എന്നുള്ള റോ അടിക്ക് പോയാൽ ഇത് 1 1 0 0 0 2 0 0 0 can be written as 1 1 0 okay 0 0 1 0 0 0 R2 gives R2 by 2. ഓക്കെ, ഇവിടെ അതിൻ്റെ മുമ്പത്തെ സ്റ്റെപ്പിൽ R3 gives 2 റോ ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കിട്ടുന്നതാണ് K1 plus K2 equal to 0. പിന്നെന്താണ് ഇവിടെ കിട്ടുക? K3 equal to 0 എന്നാണ് കിട്ടുക അല്ലെ. രണ്ടാമത്തേത് K3 equal to 0 ആണ് കിട്ടുക. അത് സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ സോ K1 equal to minus K2 K2 equal to 1 കൊടുത്താൽ എന്ത് കിട്ടും? K1 equal to minus 1 or ഏതെങ്കിലും ഒന്ന്. അപ്പോൾ K1 equal to minus 1, K2 equal to 1, K3 equal to 0. Therefore K1 equal to minus 1 1 0 എന്നാണ്. നമ്മള് നിങ്ങൾ K2 minus 1 ആണ് കൊടുത്തെങ്കിൽ K1 equal to plus 1, K2 equal to minus 1 എന്ന് വരും. അത് നമ്മളുടെ ചോയ്സിനനുസരിച്ചാണ്. എന്താ K3 എന്തായാലും എന്താണ് 0 ആണ്. ഓക്കെ ആണല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി രണ്ടാമത്തെ ഐഗൺ വാല്യൂ വെച്ചിട്ട് കാണാം. λ equal to 1 ആവുമ്പോൾ കുറച്ചുകൂടി പ്രശ്നമാണ്. ഇത് നമ്മളുടെ ഡയഗണൽ എൻട്രീസ് എ എന്നുള്ള മെട്രിക്സ് നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഡയഗണൽ എൻട്രീസ് 1 സബ്ട്രാക്ട് ചെയ്താൽ -1 -1 0 എന്നാണ് ഡയഗണൽ എൻട്രീസ് വരിക. ഇവിടെ 1 ഉണ്ടായിരുന്നു കണ്ടല്ലേ. അതെ, ഇവിടെയും 1 ഉണ്ട്. ഓക്കെ, അത് അതേപോലെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് λ equal to 1 ആവുമ്പോൾ ഇതിന് K1 K2 K3 വെച്ചിട്ട് 0 0 0 സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുക അത് R2 gives R2 plus R1 ചെയ്യേണ്ടി വരും. അത് ചെയ്താൽ -1 1 0 0 0 0 0 0 0 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുക K1 minus K1 plus K2 equal to 0. അപ്പോൾ K1-ന് 1 കൊടുത്താൽ K2 equal to അല്ലേ K1 equal to K2 എന്നാണ് കിട്ടുക. രണ്ടിനും 1 കൊടുത്താൽ അല്ലേ K1 equal to 1, K2 equal to 1 എന്ന് കിട്ടും കൊടുക്കുക. ഇനി K3 എന്താണ്? K3ക്ക് ആദ്യം നമ്മൾ K3 എന്താണെന്ന് പറയണില്ല. K3 equal to 0. അപ്പോൾ രണ്ടാമത്തെ ഐഗൺ വെക്ടർ ആയിട്ട് എന്താ കിട്ടുക? 1 1 0 കിട്ടും. നമുക്ക് K1-ഉം ഇപ്പൊ K1-ഉം K2-ഉം ഓർത്തോഗണലാണ് അല്ലെ. K1-ഉം K2-ഉം ഓർത്തോഗണലാണ്. -1 1 0-യും 1 1 0-യും ഓർത്തോഗണലാണ്. ഇനി നമ്മള് K3 എത്രയും കൊടുക്കാലോ. അപ്പൊ നമ്മള് K1-നും K2-നും 0 കൊടുക്കുക. K1-നും K2-നും K1 equal to K2 എന്നുള്ളല്ലോ. K1-നും K2-നും 0-യും K3-ക്ക് small K1 equal to 0, K2 equal to 0 കൊടുക്കുക, K3 equal to 1 കൊടുക്കുക. അപ്പോഴും ഈ വെക്ടേഴ്സ്
എന്താ പറയാ ഓർത്തോഗണൽ ആവും, ഡയഗണലൈസബിൾ ആവും. അപ്പോൾ ഇതായിട്ട് നമ്മൾ തേർഡ് ഐഗൺ വെക്ടർ ഇങ്ങനെ എടുക്കുക. ഇത് ഓർത്തോഗണൽ ആയിട്ട് തേർഡ് ഐഗൺ വെക്ടർ സെലക്ട് ചെയ്യുക, 0 0 1. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ k1 k2 k3 ആർ ഓർത്തോഗണൽ, k1 k2 k3 are orthogonal, and now we get the matrix k1 k2 k3 എന്നുള്ള മെട്രിക്സ് ശരിക്കും കിട്ടുക എന്താ കിട്ടുക, 1 1 1 sorry minus 1 1 0 1 1 0 0 0 1. ഓരോന്നും ഓർത്തോഗണൽ ആണ് അല്ലെ, ഓരോ കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടും. ഓരോ ദിസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. Now P equal to to find P, what we do as we make this as an orthonormal set. If we set P like this, if we set P equal to k1 k2 k3 like this, then D equal to minus 1 0 0 0 1 0 0 0 1 is right. ഇത്ര ചെയ്താൽ മതി. പക്ഷേ നെക്സ്റ്റ് ഒരു ടേം ഡിഫൈൻ ചെയ്യേണ്ട ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്, ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞാൽ an algebraic expression of the form ax square plus bxy plus cy square is called a quadratic form. സെക്കൻഡ് എന്താ പറയാ, എക്സ് വൈ രണ്ട് വേരിയബിള്, ആ രണ്ട് വേരിയബിൾ വെച്ച് സെക്കൻഡ് ഡിഗ്രി ആയിട്ടുള്ള എത്ര ടേം ഉണ്ടാക്കാൻ പറ്റും? ഒന്ന് എക്സ് 2 തവണ മൾട്ടിപ്ലൈ ചെയ്യാം, ഒന്ന് എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഒന്ന് വൈ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന്റെ 3 ടേമുകളും കൂടിയതിനാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഒരു പ്രാധാന്യം ഇവിടെ എന്ന് പറഞ്ഞാല്, ഇഫ് വി ടേക്ക് x equal to xy, എന്താ പറയാ, രണ്ട് എൻട്രിയിലെ മെട്രിക്സ് ആയിട്ട് എക്സ് എടുക്കുക, and then we can write, sorry, x equal to, if we take row matrix അല്ല column matrix ആയിട്ട് x equal to xy and a equal to a half b half b c, then ax square plus then ax square plus bxy plus cy square can be written as x transpose ax in matrix form. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എത്ര മാത്രം മനസ്സിലാക്കിയാൽ എന്താണ് ക്വാഡ്രാറ്റിക് ഫോം, എന്തുകൊണ്ടാണ് അതിന് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയാൻ കാരണം, എക്സ് ട്രാൻസ്പോസ് എക്സ് വൈ റോ ആയിട്ട് ലെഫ്റ്റിലും റൈറ്റില് കോളം ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ ആവും. അപ്പൊ അതെന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, വൺ വേർഡ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ. ഓക്കെ.